ഇതാണ് അഡ്രിയാറ്റിക് കടൽ. ക്രൊയേഷ്യയുടെ ഭൂമിശാസ്ത്രം അഡ്രിയാറ്റിക് കടൽ തീരപ്രദേശത്താൽ നിർവചിക്കപ്പെടുന്നു. 1200-ലധികം ചെറിയ ചെറിയ ദ്വീപുകളാൽ മനോഹരമാണിവിടം. സ്ഫടികം പോലെ തെളിഞ്ഞ നീല ജലാശയം അഡ്രിയാറ്റിക് കടലിലെ പ്രധാന സവിശേഷതയാണ്. പച്ചപ്പ് നിറഞ്ഞ വനങ്ങൾ, പാറക്കെട്ടുകൾ, പിന്നെ ചുണ്ണാമ്പ് കല്ലുകൾ എന്നിവയും ഇവിടുത്തെ പ്രധാന സവിശേഷതകളിൽ പെടുന്നു. ജൈവ വൈവിധ്യത്തിന് സമ്പന്നമായ തീരപ്രദേശങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പ്രധാന തീരപ്രദേശം ഏകദേശം 1777 കിലോമീറ്റർ നീളമുള്ളതാണ്. എന്നാൽ ദ്വീപുകൾ ഉൾപ്പെടെയുള്ള മൊത്തം തീരപ്രദേശം 4058 കിലോമീറ്ററിൽ കൂടുതലാണ്. അഡ്രിയാറ്റിക് കടൽ നിരവധി ജീവജാലങ്ങളുടെ സമ്പന്നമായ ആവാസ കേന്ദ്രമാണ്. ഇവിടെ പല ദ്വീപുകളും അവയുടെ സ്വാഭാവിക രൂപം നിലനിർത്തുകയും വൈവിധ്യമാർന്ന പരിസ്ഥിതി മേഖലകൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഇവിടുത്തെ തീരപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ദ്വീപുകൾ, ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ കൊത്തിയെടുത്തതുപോലെയാണ് ഈ കല്ലുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. സാംസ്കാരികമായും ചരിത്രപരമായും അഡ്രിയാറ്റിക് കടൽ വളരെ ശ്രദ്ധേയമാണ്. മറ്റുള്ള കടലുകളെ അപേക്ഷിച്ച് അഡ്രിയാറ്റിക് കടൽ പൊതുവെ നീന്തലിന് സുരക്ഷിതമായ കടലാണ്. സ്ഫടികം പോലെ തെളിഞ്ഞ വെള്ളവും അതിശയിപ്പിക്കുന്ന തീരപ്രദേശവും നീന്തുവാൻ എത്തുന്നവർക്ക് ആസ്വദിക്കാൻ ആകർഷകമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. ക്രൊയേഷ്യയിലെ ഡെനാരിക് ആൽപ്സ് അഡ്രിയാറ്റിക് കടലിന് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്നു. ഇത് രാജ്യത്തിന്റെ പരുക്കൻ പർവ്വത നട്ടെല്ലായി മാറുകയാണ്. ഡെനാരിക് ആൽപ്സ് ക്രൊയേഷ്യയിലെ ഒരു പ്രധാന പർവ്വത നിരയാണ്. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ഡിനാര വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ടതാണ്. സ്ലൊവേനിയ മുതൽ അൽബേനിയ വരെ നീണ്ടുകിടക്കുന്ന ഈ പർവ്വതനിരകൾ അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. സമ്മറായി കഴിഞ്ഞാൽ പിന്നെ ക്രൊയേഷ്യൻ തീരങ്ങൾ ആഘോഷങ്ങളുടെ രാവുകളാണ്. രാത്രിയിൽ ഇവിടം വളരെ മനോഹരമാണ്. യൂറോപ്പിലെ വിവിധ ഇടങ്ങളിൽ നിന്നുമായി നിരവധി സഞ്ചാരികളാണ് സമ്മർ ആഘോഷിക്കുവാനായി ഇവിടേക്ക് എത്തുന്നത്. പാതയോരങ്ങളിലായി നിരവധി ഓപ്പൺ റെസ്റ്റോറന്റുകൾ ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് ഈ റെസ്റ്റോറന്റുകൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. നിർത്തിയിട്ടിരിക്കുന്ന നിരവധി ആഡംബര ബോട്ടുകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കാണുവാൻ ഭംഗിയുള്ള, വിസ്മയിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ബോട്ടിൽ നിന്നുമുള്ള ലൈറ്റിന്റെ പ്രകാശത്തിൽ അഡ്രിയാറ്റിക് കടലിലെ നീല ജലാശയം കൂടുതൽ മനോഹരമായി കാണുവാൻ സാധിക്കും. ഇവിടെ മിക്ക റെസ്റ്റോറന്റുകളിലും ഭക്ഷണം കഴിക്കാനായി എത്തുന്നവർക്ക് ആസ്വദിക്കുവാനായി സംഗീത വിരുന്നും ഒരുക്കിയിട്ടുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ ക്രൊയേഷ്യൻ തീരങ്ങൾ എല്ലായിടവും സംഗീതമുഖരിതമാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയർ നൽകുന്ന ആനന്ദം ഒട്ടും ചെറുതല്ല. ഇതാണ് അഡ്രിയാറ്റിക് കടൽ. തെക്കൻ ക്രൊയേഷ്യയിലൂടെയാണ് ഈ കടൽ ഒഴുകുന്നത്. സമുദ്രത്തെ സ്നേഹിക്കുകയും സാഹസികത ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു മികച്ച സ്ഥലമാണ് ക്രൊയേഷ്യ. ചുറ്റുമുള്ള ദ്വീപുകളും പ്രകൃതിയുടെ അത്ഭുതങ്ങളും പര്യവേഷണം ചെയ്യുന്നതിനുള്ള ഒരു മികച്ച യാത്ര കൂടിയായിരിക്കും ഇത്. ഡൈവിംഗ് ചെയ്യുവാനായി എത്തുന്നവർക്ക് അനുയോജ്യമായ നിരവധി സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ക്രൊയേഷ്യയിലെ സ്കൂബ ഡൈവിംഗ് ആകർഷകവും വൈവിധ്യപൂർണവുമാണ്. ഇത് ഒരിക്കലും മറക്കാനാവാത്ത വിധം ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. ഇവിടെ കടലിനടിയിലായി അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ മറ്റൊരു ലോകമുണ്ട്.
സമുദ്രജീവികൾ വളരെ സമൃദ്ധിയായുള്ള തെളിഞ്ഞ വെള്ളമാണ് അഡ്രിയാറ്റിക് കടലിൽ ഉള്ളത്. ക്രൊയേഷ്യയിൽ ഏകദേശം 1000 ദ്വീപുകളാണുള്ളത്. അവയെല്ലാം തന്നെ പവിഴപ്പുറ്റുകൾ, വെള്ളത്തിനടിയിലുള്ള ഗുഹകൾ, പിന്നെ മലയിടുക്കുകൾ എന്നിവയാൽ അലങ്കരിച്ചിരിക്കുന്നു. ശരിയായ വിധത്തിൽ പരിശീലനം ലഭിക്കാത്തവർക്ക് ഇത്തരം ഗുഹയ്ക്കുള്ളിൽ പ്രവേശിക്കുക വളരെ പ്രയാസമായിരിക്കും. ഗുഹയ്ക്കുള്ളിലേക്കായി സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നത് ഡൈവിംഗ് പ്രേമികൾക്ക് ആനന്ദം നൽകുന്നു. ഡൈവിംഗിനായി അവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി കടലിനടിയിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് മനോഹരമായ ഒരു വർണ്ണപ്രപഞ്ചം തന്നെയാണ്. സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാനാവാത്ത വിധത്തിൽ വ്യത്യസ്തമായ വർണ്ണങ്ങളോട് കൂടി കുറേയധികം മത്സ്യങ്ങളെ കൂട്ടമായി വളരെ അടുത്ത് കാണുവാനായി ഇവിടെ സാധിക്കും. അവിടെ എത്തുന്നവരെ അഡ്രിയാറ്റിക് കടൽ സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ്. ചെറിയൊരു ഒക്ടോപ്പസ് ആണിത്. സാധാരണയായി ഇത്തരം ജീവികൾ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാനായി അതിന്റെ ശരീരത്തിന്റെ നിറവും രൂപവും മാറ്റുകയാണ് പതിവ്. എന്നാൽ അതോടൊപ്പം തന്നെ അതിന്റെ ശരീരത്തിൽ നിന്നും മഷി പോലെയുള്ള എന്തോ ഒരു ദ്രാവകം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 45 മിനിറ്റോളം ദൈർഘ്യമാണ് കടലിനടിയിൽ ചെലവഴിക്കുന്നത്. മറ്റെവിടെയും കണ്ടെത്തുവാൻ പ്രയാസമുള്ള വിധത്തിൽ ചരിത്രം, സംസ്കാരം, പ്രകൃതി എന്നിവയുടെ സവിശേഷമായ ഒരു മിശ്രിതം ഈ പ്രദേശം പ്രദാനം ചെയ്യുന്നു.